ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 91. അടുത്തത് ബാബ് മിനശ്ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹി ഔ യദുഉ ഗൈറഹു. ഈ അധ്യായത്തിൽ അടുത്ത് പറയുന്നത് വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ ആയത്ത്. അതേപോലെ അള്ളാഹുവിൻ്റെ വചനം വബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ. ഇത് സംബന്ധിച്ച വിശദീകരണം തുടർന്ന് പറയണം. വഖൗലുഹു വചനം, അള്ളാഹുവിൻ്റെ വചനം വഇയംസസ്കല്ലാഹു ബിദുർരിൻ, വഇയംസസ്കല്ലാഹു അള്ളാഹു നിന്നെ ബാധിപ്പിച്ചാൽ, ബിദുർരിൻ ഒരു ഉപദ്രവം കൊണ്ട്, ഒരു പ്രയാസം കൊണ്ട്, ഹാദാ തഖ്രീറുൻ ലി ഇബ്താലി ദുആഇ ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ബാത്തിലാണ് എന്ന് അംഗീകരിക്കുന്നതാണ് ഈ പ്രഖ്യാപനം. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ. അപ്പോൾ ആ ദുർറ്, അള്ളാഹു ഒരു പ്രയാസം അനുഭവിപ്പിച്ചാൽ, ബാധിപ്പിച്ചാൽ അത് ഇല്ലാതാക്കാൻ, നീക്കിക്കളയുന്നവനായി മറ്റാരും ഇല്ല അവനല്ലാതെ. ഈ യുരിദിക ബി ഖൈറിൻ, നിന്നെക്കൊണ്ട് അള്ളാഹു ഒരു അനുഗ്രഹം, ഒരു നന്മ ഉദ്ദേശിച്ചാൽ, നിനക്ക് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫല റദ്ദ ലി ഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹത്തെ, ദയാവായ്പിനെ, അവൻ്റെ കാരുണ്യത്തെ തടയാൻ ആരുമില്ല. ഹാദാ അയ്ളൻ, ഇതും ഫിഹി ഇബ്താലു ദുആഇ ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ബാത്തിലാണ്, വ്യാജമാണ് എന്നതിന് തെളിവുണ്ട്. ലിഅന്ന ഹാദിഹിൽ മദ്ഉവാത്തി, കാരണം ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ അള്ളാഹു അല്ലാതെ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊക്കെ ലാ തഖ്ദിറു അലാ കശ്ഫി ദുർരി, ഒരു പ്രയാസം നീക്കാൻ സാധിക്കുകയില്ല അവർക്ക്. വലാ തഖ്ദിറു അലാ ജൽബിൽ ഖൈർ, ഒരു ഖൈർ, ഒരു നന്മ, ഒരു ഉപകാരം നേടിത്തരാൻ അതിനും അവർക്ക് സാധിക്കാത്തവരാണ്. വഹാദാ കമാ ഫി ഖൗലിഹി, ഇത് അള്ളാഹുവിൻ്റെ വചനത്തിലുള്ളത് പോലെയാണ്. മറ്റൊരു വചനം ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. ഖുൽ, നബിയെ പറയുക, ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകൾ എന്ന് ജൽപ്പിക്കുന്ന അവരെ നിങ്ങൾ വിളിച്ചോളൂ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ തേടിക്കോളൂ. ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങൾക്ക് ബാധിച്ച പ്രയാസം അത് തുറവടിയാക്കാൻ, അത് ഇല്ലാതാക്കാൻ, നീക്കിക്കളയാൻ അവർക്ക് സാധിക്കുകയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. വലാ തഹ്വീല, ഒരു ചേഞ്ച് വരുത്താൻ അവർക്ക് കഴിയില്ല. മറ്റൊരായത് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. ഖുൽ, നബി പറയാ, അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ പ്രാർത്ഥിക്കുന്നവർ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്ക് വല്ല പ്രയാസവും ഉപദ്രവവും ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, അവൻ്റെ ഉപദ്രവം, അതായത് അള്ളാഹു ഏൽപ്പിച്ച ആ ഉപദ്രവം, പ്രയാസം, അത് നീക്കിക്കളയുന്നവരാണോ അവർ? അതിനവർക്ക് സാധിക്കുമോ? നിങ്ങൾ ആരാധിക്കുന്ന കൂട്ടർ, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്തവർ. ഔ അറാദനി ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തിഹി, അവൻ്റെ റഹ്മത്തിനെ പിടിച്ചു വെക്കുന്നവരാണോ അവർ? അതിന് കഴിയുമോ അവർക്ക്? കുൽ, പറയുക, നബിയെ പറയാ, ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, അലൈഹി, അവൻ്റെ മേൽ, യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നു എന്ന്. വഫീ ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ മറ്റൊരു വചനത്തിലും, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഒരു അനുഗ്രഹം ചെയ്യുമ്പോഴൊക്കെ, ഫലാ മുംസിക ലഹാ, അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ. വമാ യുംസിക് ഫലാ മുർസില ലഹു, ഇനി അള്ളാഹു പിടിച്ചു വെച്ച അനുഗ്രഹമാണെങ്കിലോ അത് അയക്കാൻ, അല്ലെങ്കിൽ അയച്ചു കൊടുക്കാൻ, അത് അനുവദിക്കാൻ ആരും ഇല്ല. മിൻബാദി, അവന് ശേഷം. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. വകമാ ഫീ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലും ഉള്ളതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്നന്നാസ ലൗ ഇജ്തമഉ അലാ യൻഫഉക ബിശൈഇൻ, വാലം, നീ അറിയണം,
അന്നന്നാസ നിശ്ചയം മനുഷ്യർ ജനങ്ങൾ ലഭിച്ചത്തമാവും അവരെല്ലാവരും ഒരുമിച്ച് കൂടി അലാ അയ്യം ഫഅുക ബിഷൈഇൻ നിനക്ക് ഒരു ഉപകാരം ഒരു കാര്യം ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ലയ്യം ഫഊക ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക് അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തി വെച്ചതല്ലാത്ത അള്ളാഹു നിനക്ക് വിധിച്ചിട്ട് ഉള്ളതല്ലാത്ത ഒരു ഉപകാരവും ചെയ്യാൻ ആ ജനങ്ങൾക്ക് മനുഷ്യർക്ക് സാധിക്കുകയില്ല. വലവിജ്തമഉ അലാ യദുറൂക ബിഷൈഇൻ ജനങ്ങളെല്ലാവരും കൂടി നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയാൽ ലം യദുറൂക ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക് അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തി വെച്ച വിധിച്ച ഒരു കാര്യമല്ലാതെ അവർക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയുകയില്ല. റുഫിഅത്തിൽ അഖ്ലാം കലമുകൾ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വജഫത്തി സുഹഫു ഏടുകൾ വരണ്ടിരിക്കുന്നു. ഫന്നഫ്ഉ വദ്ദററു അപ്പോൾ ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ അതൊക്കെ ഇന്നമാ ഹുവ മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ്. ഫഹുവല്ലദീ യസ്തഹിഖു അൻ യുദ്ആ ലിതലബിൽ ഖൈർ അപ്പോൾ അവനാണ് നന്മ നേടാൻ ഉപകാരം നേടാൻ ഖൈർ നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കപ്പെടാൻ അർഹത ഉള്ളത്. വയുദ്ആ അയ്ളൻ ലിറഫ്ഇ ശർരി അപ്രകാരം തന്നെ ഷർറ് തിന്മ നീങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കപ്പെടാനും അർഹതയുള്ളത് അവനാണ്. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. വകശ്ഫിൽ ദുർരി ഉപദ്രവം നീക്കം ചെയ്യാനും ഹുവല്ലദീ യംലികു ദാലിക സുബ്ഹാനഹു വതആല അതൊക്കെ ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. ലാ തംലികുഹു ജമീഉൽ മഖ്ലൂഖാത്ത് മുഴു സൃഷ്ടികളും അത് ഉടമപ്പെടുത്തുന്നില്ല ഒരു സൃഷ്ടിയും. വകദാലിക ഫി സൂറത്തുൽ അൻആം അപ്രകാരം തന്നെ സൂറത്തുൽ അൻആമിൽ കാണാം വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതേ ആശയം തന്നെ നിനക്ക് ഒരു ഉപദ്രവം അല്ലാഹു ഏൽപ്പിച്ചാൽ ബാധിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അത് കാഷിഫ് അത് നീക്കം ചെയ്യുന്നവനായി ആരുമില്ല അള്ളാഹു അല്ലാതെ. അതേപോലെ എനിക്ക് നന്മ അള്ളാഹു ബാധിപ്പിച്ചാൽ എത്തിച്ചാൽ ഫഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. ഫന്നഫ്ഉ വദ്ദറു ബിയദില്ലാഹി സുബ്ഹാനഹു വതആല അപ്പോൾ ഉപകാരമാവട്ടെ ഉപദ്രവമാവട്ടെ ആത്യന്തികമായി അതൊക്കെ അള്ളാഹുവിൻ്റെ കൈക്കാണ്. ഫയജിബു അലൽ ഇബാദി അൻ യതവജ്ജഹു ഇലല്ലാഹ് അപ്പോൾ അടിമകൾ അള്ളാഹുവിലേക്ക് അഭിമുഖീകരിക്കണം അവനെ തവജ്ജുഹാക്കണം അവന് ഇബാദത്ത് ചെയ്യണം എന്നത് നിർബന്ധമാണ്. അവനോട് മാത്രം ദുആ ചെയ്യണം. വലാ യദഉ മഅഹു ഗൈറഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റാരും പ്രാർത്ഥിക്കരുത് അവനോടൊപ്പം മറ്റാരോടും ദുആ ചെയ്യരുത് എന്ന്. അപ്പോൾ ചില ആൾക്കാർ അള്ളാഹുവിനോട് നരകമോചനം തേടും. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ അല്ലാഹുവേ എന്നെ നരകത്തെ തൊട്ട് കാക്കണേ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ കുത്തുബിയത്ത് കഴിക്കും. കുത്തുബിയത്തിൽ എന്താണ് വനജ്ജിഹി മിൻ ലളാഫിഹാ മഹാരികുഹു ലളാ എന്ന കത്തിയാളുന്ന സർവനാശത്തിൻ്റെയും കേന്ദ്രമായ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ എൻ്റെ ഫുആദിനെ കാക്കണേ എൻ്റെ ഹൃദയത്തെ കാക്കണേ എന്ന് മൊഹീദ്ദീൻ ശൈഖിനോട് തേടും. അപ്പോൾ അത് പറ്റില്ല എന്നതാണ്. ഖാല പറഞ്ഞു വഖൗലുഹു അല്ലാഹു തആലയുടെ വചനം ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ അപ്പോൾ അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിങ്കിൽ റിസ്ഖ് തേടൂ എന്ന്. വകമാലുലായത്തി ആയത്തിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ തഅബുദൂന മിൻ ദൂനില്ലാഹ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു അവർ നിങ്ങൾ ആരാധിക്കുന്ന ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ ശക്തികൾ എന്തോ ആവട്ടെ അത് ലാ യംലികൂന ലക്കും നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നില്ല റിസ്ഖൻ ഒരു വിഭവവും ഒരു ഭക്ഷണം അല്ലെങ്കിൽ വിഭവം ഉപജീവനം ഒന്നും. ഫബ്തഉ ഇൻദല്ലാഹി റിസ്ഖ അതിനാൽ നിങ്ങൾ അല്ലാഹുവിങ്കിൽ ഉപജീവനം അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ തേടൂ. വഅബ്ദൂഹു അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. വഷ്കുറൂ ലഹു അവൻ നിങ്ങൾ നന്ദി ചെയ്യൂ. ഇലൈഹി തുർജഊൻ അവനിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. ഹാദാ മിൻ ജുംലത്തി മാ ദക്കറഹു അല്ലാഹു തആല അൻ ഖലീലിഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മിമ്മാ ഖാതബ ബിഹി ഖൗമഹു. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല പരാമർശിച്ചിട്ടുണ്ടല്ലോ. അതിൽ വന്ന അതേ ആശയം തന്നെ മറ്റൊരായത്തിൽ സൂറത്തുൽ അങ്കബൂത്തിലുള്ള ആയത്ത് രണ്ടായത്തുകൾ കാണാം. വഇബ്രാഹീമ ഇദ് ഖാല ലിഖൗമിഹി അബ്ദുല്ലാഹ്
وإبراهيم إذ قال لقومه اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون. ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് ഖാല ലിഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ഉഅ്ബുദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, അവന് മാത്രം ഇബാദത്ത് ചെയ്യൂ, വത്തഖൂഹു അവന് നിങ്ങൾ ഭയഭക്തി കാണിക്കൂ, അവന് തഖ്വയുള്ളവരാകൂ, ലാരിക്കും ഖൈറുല്ലക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം, ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. തുടർന്ന് ഇന്നമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്കൻ ഇന്നല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖാ ഫബ്തഗൂ ഇൻദല്ലാഹി الرزق വഅ്ബുദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. ഇന്നമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി നിശ്ചയം നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഔസാനം ബിംബങ്ങൾ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്ന ബിംബങ്ങൾ. വതഖ്ലുഖൂന ഇഫ്ക നിങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ബിംബങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് തന്നെ വസ്തുക്കൾ ഉപയോഗിച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അവയോടാണ് തേടുന്നത് കാര്യങ്ങൾ പറയുന്നതൊക്കെ. ഇന്നല്ലദീന നിശ്ചയം തഅ്ബുദൂന മിൻ ദൂനില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ലാ യംലികൂന ലക്കും റിസ്ഖ നിങ്ങൾക്ക് അവ ഒരു ഉപജീവനം, ഒരു വിഭവങ്ങളും ഭക്ഷണവും ഒന്നും നൽകുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ അതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ റിസ്ഖിനെ തേടൂ എന്ന്. വഅ്ബുദൂഹു അവന് മാത്രം നിങ്ങൾ ഇബാദത്തി വഷ്കുറൂ ലഹു അവന് നന്ദിയുള്ളവരാകൂ. ഇലൈഹി തുർജഊൻ അവനിലേക്കാണ് മടക്കം, നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന്. ഖൗലുഹു സുബ്ഹാനഹു അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം ഇന്നല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖ നിങ്ങൾ അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നവർ അവർ നിങ്ങൾക്ക് ഉപജീവനം വിഭവങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞത് ലിഅന്ന റിസ്ഖ മിനല്ലാഹി സുബ്ഹാനഹു വ തആല കാരണം അള്ളാഹുവിൻ്റെ വക്കിൽ നിന്ന് ആണ്, അവൻ്റെ വക്കിൽ നിന്ന് മാത്രമാണ് റിസ്ഖ് വിഭവം ഉപജീവനം. ഫഹുവ റസ്സാഖ് അവനാണ് റസ്സാഖ് വിഭവങ്ങൾ നൽകുന്ന ഉപജീവനം നൽകുന്നവൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹ് അല്ലാഹു പറയുന്നു ഇന്നല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹി വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂനി എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ അവരിൽ നിന്ന് ഞാൻ ഒരു ഉപജീവനോ അല്ലെങ്കിൽ ഒരു വിഭവവും ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന് റിസ്ഖിൻ്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു പരാശ്രയന ഒരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഹുവർ റസ്സാഖു അവനാണ് അർ റസ്സാഖ് എല്ലാം നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ ശക്തൻ ആണവൻ, ശക്തിയുടേവൻ, മതീനാണ്. അമ്മൻ ഹാദല്ലദീ യർസുഖുകും അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ ആരുണ്ട്? ഇൻ അംസക റിസ്ഖഹ് നിങ്ങളുടെ വിഭവം പിടിച്ചു വെച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്? ഫലൗ അന്നല്ലാഹ മനഅൽ മത്വറ മിനസ്സമാഇല്ലദീ ഹുവ സബബുർ റിസ്ഖി അപ്പോൾ അള്ളാഹു ആകാശത്തിൽ നിന്ന് റിസ്ഖിൻ്റെ കാരണമായ വിഭവത്തിൻ്റെ ഉപജീവനത്തിൻ്റെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാരണമായ മഴ തടഞ്ഞു വെച്ചാൽ വജ്തമ അഹ്ലുൽ അർദി കുല്ലുഹും ഭൂനിവാസികൾ മുഴുക്കയും ഒരുമിച്ച് കൂടുകയും ചെയ്താൽ അയ്യൂജിദു അൽ മതറ മഴ അവരുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ ലൻ യസ്തതിഉ അബദ അവർക്കൊരിക്കലും അത് സാധിക്കുകയില്ല എന്നതാണ്. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ
അതിനാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ ഉപജീവനം തേടൂ. ഐ ഉത്തുലുബുർ റിസ്ഖ മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അതായത് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റിസ്ഖ് തേടൂ. ഫഇന്നല്ലാഹ ഖരീബും മുജീബുൻ ലിമൻ ദആഹു, കാരണം നിശ്ചയം അള്ളാഹു ഖരീബാണ്, അടുത്തവനാണ്, അടുത്തുള്ളവനാണ്, മുജീബുൻ ഉത്തരം നൽകുന്നവനാണ്, ലിമൻ ദആഹു അവനോട് പ്രാർത്ഥിക്കുന്നതാണ്. വലാ തത്ലുബുർ റിസ്ഖ മിനൽ ഔസാനി അല്ലത്തി ലാ തംലികു ഷൈആ, ഒന്നും ഉടമപ്പെടുത്താത്ത ബിംബങ്ങളോട് നിങ്ങൾ റിസ്ഖ് വിഭവം തേടരുത് എന്നത്. വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ, വഅബ്ദൂഹു അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, വഷ്കുറൂ ലഹു അവന് നന്ദി കാണിക്കൂ, ഇലൈഹി തുർജഊൻ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഹാദാ ഫീഹി തൗജീഹും മിനല്ലാഹി സുബ്ഹാനഹു വ തആല ലി ഇബാദിഹി അല്ലാ യത്ലുബുർ റിസ്ഖ മിൻ ഗൈരിഹി. അപ്പോൾ ഇതിൽ അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ട്, അവൻ്റെ അടിമകൾക്ക് ഉള്ള നിർദ്ദേശം എന്താണ്? അവൻ അഭിസംബോധന ചെയ്ത് പറയുന്നത് എന്താണ്? റിസ്ഖ് വിഭവം അവനിൽ നിന്നല്ലാതെ മറ്റാരോടും തേടരുത്. വഅയ്യഅ്ബുദൂഹു അവനെ ഇബാദത്ത് ചെയ്യണമെന്നും അവന് മാത്രം. വലാ യഅ്ബുദു ഗൈറഹ് അവനെ അല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്ത് ആരാധിക്കരുത് എന്നും. ഫഇന്നഹും ഇദാ അബദൂഹു റസഖഹും, കാരണം കമാ ഖാല തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസാഖ്, നേരത്തെ പറഞ്ഞ ആയത്തുകൾ തന്നെ. ഇനി ഫർറിസ്ഖ്, അപ്പോൾ റിസ്ഖ് എന്ന് ഇന്നമാ യുസ്തജ്ലബു ബിഇബാദത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അത് ലഭിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ടാണ്. അമ്മൽ മഅസി, അപ്പോൾ പാപങ്ങൾ, ധിക്കാര പ്രവർത്തികൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തികൾ, ഫഇന്നഹാ തസബ്ബുബു മൻഇ റിസ്ഖ്, റിസ്ഖ് തടയാൻ കാരണമാണ്. ഫമാ യഹ്സുലു ഫിൽ അർളി മിനൽ മജാഅത്ത് വമിൻ ശുഹ്ഹിൽ അർസാഖ് ഇന്നമാ സബ്ബുഹു അൽ കുഫ്റു വൽ മആസി. അപ്പോൾ ഭൂമിയിലുണ്ടാകുന്ന പട്ടിണി, ദാരിദ്ര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ, ദൗർലഭ്യങ്ങൾക്കൊക്കെ, ക്ഷാമത്തിനും ഒക്കെ കാരണം അത് കുഫ്റും ധിക്കാര പ്രവർത്തികളും ഒക്കെയാണ്. വമാ യഹ്സുലു ഫിൽ അർളി മിൻ ഖൈറാത്തിൻ വഅർസാഖിൻ ഫസബബുഹു അത്വാഅത്തു വൽ ഇബാദത്തു ഇല്ലാ അൻ യകൂന ഇസ്തിദ്റാജ. അപ്പോൾ ഭൂമിയിൽ വിഭവങ്ങളും നന്മകളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ വഴിപ്പെടലും ഇബാദത്തും കൊണ്ട് ആണ്. അപ്പോൾ ഇനി അല്ലാതെയും അള്ളാഹുവിനെ വഴിപ്പെടാത്തവർക്കും വിഭവങ്ങൾ അള്ളാഹു നൽകും, ഇഹലോകത്ത് അങ്ങനെ നൽകും. അത് പക്ഷേ ഒരു ഇസ്തിദ്റാജ് എന്നുള്ള നിലക്ക് ആണ്, ഒരു പരീക്ഷണമാണ് അവർക്കത് എന്ന് മാത്രം. അപ്പോൾ അള്ളാഹുവിന് വഴിപ്പെടാത്തവർക്കും അള്ളാഹു വിഭവങ്ങൾ നൽകി എന്ന് വരും. പക്ഷേ വിഭവങ്ങൾ തടയപ്പെടാനൊരു കാരണമാണ് എന്ത്? മആസിയും കുഫറും, ധിക്കാര പ്രവർത്തികളും സത്യനിഷേധമൊക്കെ. ഫഹാദിഹിൽ ആയത്തു കല്ലത്തി ഖബ്ലഹാ ഫിഹാ വുജൂബു തവജ്ജുഹി ഇലല്ലാഹി സുബ്ഹാനഹു ബിദ്ദുആഇ വതലബിൽ ഹാജാതി വതഫരീജിൽ ഖുറുബാതി വതലബിർ റിസ്ഖി. അപ്പോൾ ഇതിലൊക്കെ എന്ത് നിർദ്ദേശമുണ്ട്? അള്ളാഹുവിലേക്ക് തവജ്ജുഹാകുക, അവനിലേക്ക് അഭിമുഖീകരിക്കുക, അവനോട് തേടുക. എന്തിന്? എന്തൊക്കെ? ബിദ്ദുആ, എന്തൊക്കെ കൊണ്ട്? ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, വതലബിൽ ഹാജാത്ത് ആവശ്യങ്ങൾ തേടൽ കൊണ്ട്, വതഫരീജിൽ ഖുറുബാത്ത് അതേപോലെ ഖുറുബാത്ത് പ്രയാസങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടിയുള്ള തേട്ടങ്ങൾ, അതേപോലെ റിസ്ഖ് തേടുക. വഅന്ന അഹദൻ ഗൈറഹു ലാ യംലികു റിസ്ഖ, അവനല്ലാതെ ആരും റിസ്ഖ് ഉടമപ്പെടുത്തുന്നില്ല. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലഹും റിസ്ഖ ഫകൈഫ യത്ലുബു റിസ്ഖ ബിമ്മൻ ലാ യംലികുഹു. അപ്പോൾ ഉടമപ്പെടുത്താത്തവനോട് പിന്നെ റിസ്ഖ് അങ്ങനെ തേടും? നമ്മൾ റിസ്ഖ് തേടണമെങ്കിൽ ആ റിസ്ഖിൻ്റെ ഉടമസ്ഥനോട് തേടണ്ടേ? അത് റിസ്ഖ് ആരും ഉടമപ്പെടുത്തുന്നില്ല. അപ്പോൾ പിന്നെ ഉപജീവനം നിങ്ങൾ മറ്റാരോട് എങ്ങനെ തേടും? അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ എങ്ങനെ തേടും എന്നതാണ്. വഖൗലുഹു, അള്ളാഹു തആലയുടെ വചനം, ഇലൈഹി തുർജഊൻ അവരിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞത്. ഫിദ്ദാരിൽ ആഖിറതി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമാണ്. ഫയുജാസിക്കും ബിഅഅമാലിക്കും, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും. വഹാദ തംബീഹുൻ അലാ അന്ന ഹുനാക ദാറു ജസാ, അപ്പോൾ ഇവിടെ പ്രതിഫലത്തിൻ്റെ ഒരു ലോകമുണ്ട് ശേഷം, മരണത്തിന് ശേഷം എന്നതിലേക്കുള്ള ഉണർത്തൽ ഇതിലുണ്ട്. ഇലൈഹി തുർജഊൻ, ഇലൈഹി തുർജഊൻ നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞതിൽ. വഅന്നകും ഇദാ ഇൻ അഹ്സൻതും ഫസതൽഖൗനൽ ജസാ അൽ ഹസൻ, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചാൽ, ഇഹ്സാനോടുകൂടി നല്ലത് പ്രവർത്തിച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് എന്താ? നല്ല പ്രതിഫലം കണ്ടുമുട്ടാം, നല്ല പ്രതിഫലം അവിടെ കിട്ടും. വ ഇൻ അസഅതും ഫസതൽഖൗനൽ ജസാ സയ്യ്, ഇനി തിന്മ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നേറിയത്, ജീവിച്ചതെങ്കിൽ, ഈ ദുനിയാവിൽ ജീവിച്ചതെങ്കിൽ, അപ്പോൾ പിന്നീട് നിങ്ങൾ ശേഷം, അതായത് പരലോകത്ത് നിങ്ങൾ തിന്മയായ പ്രതിഫലം നിങ്ങൾ കണ്ടുമുട്ടും.
ഫഅൻതും ലസ്തും ബിമുഹ്മലീൻ, അപ്പം നിങ്ങൾ അവഗണിക്കപ്പെടുന്നില്ല. വല മുളയ്യീൻ, നിങ്ങൾ നിങ്ങൾ ഇത് വെറുതെ വൃതാവില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അത് സൽക്കർമ്മമാണെങ്കിലും ചിത്തകർമ്മങ്ങളാണെങ്കിലും അതിനൊക്കെ പ്രതിഫലം നൽകപ്പെടും. വല മത്റൂക്കീൻ, ഉപേക്ഷിക്കപ്പെടുന്നവരല്ല. ലാ ബുദ്ദലക്കും മിൻ മൗഇദി മഅ അല്ലാഹി സുബ്ഹാനഹു വ തആല ഫി മൗഖിഫ് ഫിൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ അടുത്ത് ആ ഹിസാബിൻ്റെ സ്ഥാനത്ത് നിന്നേ പറ്റൂ. ഫസ്തദ്റകൂ ലി അൻഫുസിക്കും ഖബലൽ മൗത്ത് വതവജ്ജഹു ഇലല്ലാഹി വഅഖ്ലിസൂ ലഹുൽ ഇബാദ വഅസ്ലിഹുൽ അഅമാൽ. അപ്പോൾ നിങ്ങൾ അമലുകൾ നന്നാക്കുക, അവന് മാത്രം തനിച്ചാക്കി ഇബാദത്ത് ചെയ്യുക, അവനിലേക്ക് തവജ്ജുഹാകുക. എന്താണ്, മരണത്തിന് മുമ്പ് നിങ്ങളുടെ നഫ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമ്പാദിക്കുക, ഒരുമിച്ച് കൂട്ടുക, നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ലിഅന്നകും തുർജഊന ഇലല്ലാഹ്, കാരണം നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നവരാണ്. വഹാദൽ മൗഇദു മാ അഹദുൻ യതഖല്ലഫു അൻഹു ഇല്ലൽ കാഫിർ വലൽ മുസ്ലിം. അപ്പോൾ മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, ഈ ഒരു മൗഇദ്, ഈ ഒരു വാഗ്ദാനം ഇതുണ്ടല്ല, ഇതിൽ നിന്ന് ആരും ഒഴിവല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നതാണ്. ഇനി അടുത്തത് കിതാബ് തൗഹീദിൽ പറയുന്ന ഭാഗം. വഖൗലുഹു, അല്ലാഹു തആലയുടെ വചനം, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ അൽ ആയ. അതായത് ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്ത അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനേക്കാൾ വലിയ വഴികേടിലായവൻ ആരുണ്ട്? ഖാല വഖൗലുല്ലാഹി സുബ്ഹാനഹു വതആല വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. വതതിമ്മത്തുൽ ആയത്തിന്റെ പൂർണ്ണരൂപം വഹും, അതിൻ്റെ ശേഷമുള്ള പൂർത്തീകരണം, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ആകട്ടെ അവരുടെ ദുആ സംബന്ധിച്ച് അശ്രദ്ധരാണ്. ആരോടാണോ ഇവർ പ്രാർത്ഥിക്കുന്നത് അവർ അശ്രദ്ധരാണ്. വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർക്ക് എന്താകും? ശത്രുക്കളാകും. ആരോടാണോ അവർ പ്രാർത്ഥിച്ചത് അവർ. വകാനൂ ബി ഇബാദത്തിഹിം കാഫിരീൻ, അവർ അവരുടെ ഇബാദത്ത് സംബന്ധിച്ച് അവർ നിഷേധിക്കുന്നവരായിരിക്കും. സൂറത്തുൽ അഹ്ഖാഫിലെ ആയത്തുകൾ നേരത്തെ പറഞ്ഞതാണ്. വമൻ അദല്ലു, ആരാണ് കൂടുതൽ വഴികേടിലായവൻ? ലാ അഹദുൻ അശദ്ദ വലാല, ഇതിനേക്കാളും വലിയ ശക്തമായിട്ട് ഗൗരവതരമായിട്ട് വഴികേടിലായ ആരുമില്ല. മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്തവർ, ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട്. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകാത്ത. ഹൽ സ്വനമു ഇസ്തജാബ ലി അഹദിൻ ഫി യൗമിൻ മിനൽ അയ്യാം, എന്തെങ്കിലും ഒരു കാലത്ത്, എന്തെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു ബിംബം ആർക്കെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ടോ? ഹലിൽ ഖബർ ഇസ്തജാബ ലി അഹദിൻ ഫി യൗമിൻ മിനൽ അയ്യാം, ഏതെങ്കിലും ഒരു ദിവസം ഖബർ ആർക്കെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ടോ? ഖബർ പോയി പറഞ്ഞിട്ട് ഹൽ ഇഷ്തജറത്തുല്ലത്തി തുഅബദു മിൻ ദൂനില്ലാഹി ഇസ്തജാബത് ലി അഹദിൻ അബദ, ഏതെങ്കിലും മരം, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നൊരു മരം, അത് ആർക്കെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നെങ്കിലും? വലൗ ഖുദ്ദിറ അന്നഹു യഹ്സുലു ലിൽ മുശ്രിക്കി മഖ്സൂദഹു. അപ്പോൾ ഇനി മുശ്രിക്കിന് അയാളുടെ ഉദ്ദേശം സാധിക്കപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. അയാൾ പലരോടും തേടി, അല്ലെങ്കിൽ ബിംബത്തോട് തേടി, അല്ലെങ്കിൽ ഖബറാളിയോട് തേടി, എങ്കിൽ ഫഹാദ ലൈസ മിനൽ മഅബൂദി മിൻ ദൂനില്ലാഹ് വഇന്നമാഹു, അത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആ ഷിർക്കൻ പ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ, ആരോടാണോ തേടുന്നത് അവരിൽ നിന്നല്ല, ഈ ഷേഖിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബിംബത്തിൽ നിന്നോ ഒന്നുമല്ല അവർക്ക് ആ മുറാദ് ഹാസിലായി കിട്ടുന്നത്, അവരുടെ കാര്യം സാധിച്ചു കിട്ടുന്നത്. വഇന്നമാ ഹുവ മിനല്ലാഹി സുബ്ഹാനഹു വതആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രമാണ്. അജ്റാഹു ഇംതിഹാനൻ ലഹു വഇസ്തിദ്റാജൻ ലഹു, അവനൊരു പരീക്ഷണമായിട്ട് അള്ളാഹു അത് നടത്തുകയാണ്. ഹത്താ യുദന്ന അന്ന ഹാദാ മിനൽ ഖബർ, ഇതുവരെ എന്ന് വെച്ചാൽ അവൻ വിചാരിക്കുന്ന ഇതവിടെ മക്കാമ് പോയിട്ട് കിട്ടിയതാണ്, ഖബറിൽ നിന്ന് കിട്ടിയതാണ്. ഫയസ്തമിറു ഫി ഷിർക്ക്, അങ്ങനെ അവൻ ഷിർക്കിൽ തുടരുകയും ചെയ്യും. വൽഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. വഖദ് ദക്കറ ശൈഖുൽ ഇസ്ലാം ഫി ഇഹ്ദാ റസായിലിഹി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഔ ഫി കസീരിൻ മിൻ റസായിലിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധിക റിസാലകളിലും. മാമാനഹു, അതിൻ്റെ ആശയം എന്താണ്? അന്നമായ ഹസുലി ഉബാദിൽ ഖുബൂരി മിൻ ഖദാഇൽ ഹജാത്ത്, ഖബറുകൾ ഇബാദത്ത് ചെയ്യുന്ന, ഖബറുകൾ ആരാധിക്കുന്ന ഖബറാരാധകർക്ക് അവരുടെ ആവശ്യപൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ചില കാര്യങ്ങൾ. ഫലൈസദാലിക ദലീലൻ അലാ സിഹ്ഹത്തി മദ്ഹബിഹിം, അത് അവരുടെ വീക്ഷണം ശരിയാണ് എന്നതിനുള്ള തെളിവല്ല. ലിഅന്ന ഹുസൂൽ അൽ മഖ്സൂദി യകൂനു ഇബ്തിലാഅൻ വ ഇംതിഹാനൻ മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല,
കാരണം ഉദ്ദേശ്യം സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമായിട്ട് സംഭവിക്കും. വയക്കൂനു മിൻ അജിൽ ഇസ്തിദ്റാജി കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വലാ യഹ്സബന്ന അല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ. അപ്പോൾ കാഫിരീങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നത് അത് അവർക്ക് നന്മയാണെന്ന് വിചാരിക്കേണ്ട. അവർക്ക് നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് തെറ്റ് വർദ്ധിപ്പിക്കാൻ, കുറ്റം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നത്. അതേപോലെ അതൊരു ഇസ്തിദ്രാജി എന്ന നിലക്കാണ് അവർക്ക് പലപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും അവരുടെ ഉദ്ദേശങ്ങൾ നടക്കുന്നതൊക്കെ. ഫല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യുംഹിലു വയസ്തദ്രിജു, നീട്ടിക്കൊടുക്കുന്നു എന്നതാണ്. മിൻ അജ്ലി അൻ യസ്ദാദ ഹാദൽ കാഫിർ വഹാദൽ മുശ്രിക് ആസാമൻ, എന്തിന്? ഈ കാഫിറിന് അല്ലെങ്കിൽ മുശ്രിക്കിന് ഇസ്മുകൾ കൂട്ടാൻ വേണ്ടിയിട്ട്, സിയാദത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, യുഅദ്ദബു ബിഹാ യൗമൽ ഖിയാമ, അതുകൊണ്ട് അവന് ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ അവന് പരലോകത്ത് അവന് ശിക്ഷ വർദ്ധിക്കും എന്നതാണ്. ഫലൈസ ഹാദാ മിൻ സ്വാലിഹി, ഇത് അവൻ നന്മയല്ല. ഫഇദാ ഹസല ലി ഉബ്ബാദിൽ ഖുബൂരി ഷൈഉൻ മിൻ മഖാസിദിഹിം, അപ്പോൾ ഖബറാരാധകർക്ക് ഏതെങ്കിലും മക്കാമിൽ പോയിട്ടോ മറ്റോ അവരുടെ ഏതെങ്കിലും ഉദ്ദേശം സാധിച്ചാൽ ഫഹാദാ മിൻ ഇഹാനത്തില്ലാഹി ലഹും വഇസ്തിദ്റാജിഹിം, ഇത് അള്ളാഹു അവരെ നിന്ദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. വദക്കറ ഷൈഖ് ഐളൻ, ഷൈഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആയിരിക്കും, അന്നഹു യുംകിനു അന്ന ഷയാത്തീന തതസവ്വറു അഹ്യാനം ബിസൂറത്തിൽ മക്ബൂർ, ചില സമയങ്ങളിൽ ഷെയ്ത്താൻമാർ പിശാചുക്കൾ ചിലപ്പോൾ ഖബറാളിയുടെ ആ ഷെയ്ഖിൻ്റെ രൂപത്തിലും കോലത്തിലും ചിലപ്പോൾ രൂപം പ്രാപിച്ചു വരും. വതഖ്റുജു അല നാസി അല്ലദീന യദ്ദഊന അൽ ഖബ്റ ബിസൂറത്തിൽ മക്ബൂരി വതഹാതു ബിഹിം, എന്നിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾക്കിടയിൽ വരും. അങ്ങനെ മക്ബൂറിൻ്റെ ഖബറ അടക്കപ്പെട്ട ആളുടെ കോലത്തിൽ ചിലപ്പം ഷെയ്ത്താൻ വന്നു വരും, അവരോട് സംസാരിക്കും. വതഖൂലു നഹ്നു നഖ്ദി ഹവായിജക്, എന്നിട്ട് ഷെയ്ത്താന്മാർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതാ പൂർത്തീകരിച്ചിരുന്നു. ചിലപ്പോൾ വിദൂരത്തുള്ള വസ്തുക്കൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. ഖദ് യസ്റഖു മിൻ അംവാലിന്നാസി അഷ്യാ വയഅതി ബിഹാലഹും, അതായത് ജനങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സാധനം അവർക്ക് ചിലപ്പോൾ എത്തിച്ചു കൊടുക്കും. വയദുന്നൂന അന്ന ഹാദാ മിനൽ മയ്യിത്ത്, അവരാണെങ്കിലും വിചാരിക്കുന്നത് മയ്യത്തിൽ നിന്നാണ്. വൽ മയ്യിത്തു മാ ദറ അൻ ഷൈ മിൻ ഹാദൽ ഉമൂർ, മയ്യത്താകട്ടെ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അൽ മയ്യത്ത് മഷ്ഹൂറുൻ ബിനഫ്സി, മയ്യത്ത് ഖബറക്കപ്പെട്ട ഷെയ്ഖുണ്ടല്ല, അയാളുടെ നഫ്സിൻ്റെ കാര്യത്തിൽ തന്നെ ഷോയിലാണ്. ഇമ്മാ ഫീ നഈമിൻ വ ഇമ്മാ ഫീ അദാബിൻ ഫീ ഖബരി, അയാളുടെ ഖബറിൽ ഒന്നുകിൽ ശിക്ഷയിലാണ് അല്ലെങ്കിൽ രക്ഷയിലാണ്, ഐശ്വര്യത്തിലാണ് അല്ലെങ്കിൽ അദാബിലാണ്. വഇദാ ഹുശറ അന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വബുഇസ ഹൗലാൽ മുശ്രികൂൻ, ഈ മുശ്രിക്കീങ്ങൾ പുനർജനിക്കപ്പെട്ടാൽ വബുഇസ ഹൗലാൽ മൗത യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ മരിച്ച ആളുകൾ, ഖബറാളികൾ, ഷെയ്ഖമാർ ആരെയാണോ ആരാധിച്ചത് അവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ കാനൂ അഅദാഅൻ ലിമൻ അബദഹും, അവരെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് അവർ തന്നെ ശത്രുക്കളായി മാറും. യതബറഊന മിൻ ഹൗലാഇ അല്ലദീന അബദുഹും ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ചിട്ട് അവരെ ഇബാദത്ത് ചെയ്ത ആളുകളിൽ നിന്ന് അവർ ഒഴിഞ്ഞവരാകും എന്നതാണ്. കമാ ഖാല തആല തബറഅ അല്ലദീന തുബിഉ മിൻ അല്ലദീന തബഉ വറഅവുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഇത് തബറഅ അല്ലദീന തുബിഉ, പിന്തുടരപ്പെട്ടവർ, ഫോളോ ചെയ്യപ്പെട്ടവർ, നേതാക്കന്മാർ, അവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. മിനല്ലദീന തബഉ, പിന്തുടർന്നവരെ നിന്ന്, അതായത് അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. വറഅവുൽ അദാബ, അവരൊക്കെ ശിക്ഷ കാണുകയും ചെയ്യുമ്പോൾ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിൽ എന്താണ്? അവർക്കിടയിൽ ആ സബബുകളൊക്കെ മുറിഞ്ഞു പോയി. ഈ കാര്യകാരണ സംഭവ ബന്ധങ്ങളൊന്നുമില്ല. വയൗമ യഹ്ശുറുഹും ജമീഅ ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون ويوم يحشرهم جميعا, അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ثم يقول للملائكة, പിന്നെ അവൻ മലക്കുകളോട് പറയും أهؤلاء إياكم كانوا يعبدون, ഇവരായിരുന്നോ നിങ്ങളായി ഇബാദത്ത് ചെയ്തിരുന്നത്. മലക്കുകളെ ഇബാദത്ത് ചെയ്തിരുന്ന കൂട്ടരുണ്ടല്ലോ, നമ്മൾ സബീനയിൽ ഇത്ര ആകെ ഏടുന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടൊക്കെ തേടുന്ന രംഗം,
അജിബിയ ജിബ്രാഈലിയ ലൗഹാഈലിയ തൻഗാഈലിയ ഇസ്രാഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മുജറബ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഉണ്ടാവും. ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ്. എന്ത് പരീക്ഷണം? അസുഖം മാറിക്കാണും, പക്ഷേ അത് അള്ളാഹു മാറ്റുന്നതാ, അല്ലാതെ ഇവർ ജിബ്രീലിനെ വിളിച്ചിട്ടും മീക്കാലിനെ വിളിച്ചിട്ടും അല്ല. ജിബ്രീലിനോട് ഉത്തരം നൽകാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക മന്ത്രത്തിൽ. ഇതൊന്നും റുഖയ്യ ഷറഇയ്യല്ല, ഷറഅൻ വെച്ച മന്ത്രമല്ല, ശിർക്കൻ മന്ത്രങ്ങളാണ്. ഖാലൂ സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന. കേട്ടോ, ഖാലൂ അവർ പറയും സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്, അൻത വലിയുനാ, നീ ഞങ്ങളുടെ വലിയാണ്, രക്ഷാധികാരിയാണ്, മിൻ ദൂനിഹിം അവരെ കൂടാതെ, അവരൊന്നും ഞങ്ങളുടെ രക്ഷാധികാരികളല്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, പക്ഷേ അവർ ജിന്നുകളെ, അതായത് ഷെയ്ത്താന്മാരെ ഇബാദത്ത് ചെയ്യുകയായിരുന്നു. യാനി അശ്ശയാത്തീൻ, ഷെയ്ത്താന്മാരെ. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ അധിക പേരും അവരിൽ വിശ്വസിക്കുന്നത്, അതായത് ഷെയ്ത്താന്മാരിൽ. ലിഅന്ന ഷയാത്തീന യല്ലത്തി ദഅതുഹും ഇലാ ഹാദ ഷൈ ഫഅജാബു, ഷെയ്ത്താന്മാരാണ് ഇതിലേക്ക് ക്ഷണിച്ചത്, അവർ ഉത്തരം നൽകി. ഫഹും ലം യഅ്ബുദു അൽ മലായികത, അവർ മലക്കുകളല്ല ഇബാദത്ത് ചെയ്ത്. വഇന്നമാ അബദു ഷയാത്തീന അല്ലദീന അമറുഹും ബിദാലിക്, ആരാണോ കൽപ്പിച്ചത് ഷെയ്ത്താന്മാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഇബാദത്ത് ചെയ്ത് ആരെയാണ്? ഷെയ്ത്താന്മാരെ. ഫൽഹാസിൽ അന്നഹു ഫി യൗമിൽ ഖിയാമത്തി യതബറഉ കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ എന്തിനൊക്കെ ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും അതിൽ നിന്ന് ഒഴിവാകും, അവർ ആ ഇബാദത്തിനെ നിഷേധിക്കും. മിമ്മൻ അബദഹു വയഹ്സുലു ബൈനഹും അദാവ, അവർക്കിടയിൽ എന്താകും? ശത്രുത ഉണ്ടാകും. ബയദ്ദഈന വൽ മദ്ഊവീൻ, പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കപ്പെട്ടവർക്കുമിടയിൽ ശത്രുത ഉണ്ടാകും എന്നതാണ്.